ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ല സന്തോഷമായിരിക്കട്ടെ. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിച്ചതിൽ ഒരുപാട് സന്തോഷം. അതിൽ വാങ്ങിച്ചവരൊക്കെ നല്ല യൂസ്ഫുൾ ആണെന്നാണ് പറയുന്നത്. അതിൽ സോപ്പിൻ്റെ കാര്യം എടുത്ത് പറയാനായിട്ട് ഒരുപാട് ഞാൻ എൻ്റെ പ്രൊഡക്റ്റിനെ പറ്റി പുകഴ്ത്തി പറയാമെന്ന് വിചാരിക്കരുത്. ഒരുപാട് പേര്, ഒത്തിരി പേര് എൻ്റെ വീടിൻ്റെ അടുത്തും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇടാൻ തുടങ്ങിയിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തപ്പോൾ. അപ്പോൾ സോപ്പിൻ്റെ ഇതിൽ ഒത്തിരി പേർക്ക് ഒരുപാട് ഡോക്ടർമാരെയും ഒക്കെ കാണിച്ചിട്ട് സ്കിന്നിൻ്റെ ആ ഒരു ഇതൊന്നും ഡെർമറ്റോളജിസ്റ്റിനെയും കാണിച്ചിട്ട് മാറാത്തത് ഈ സോപ്പിൽ പോയി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ സോപ്പ് ഞാൻ പറയാറില്ല, ഈ സാധാരണ ഒരു അലോവേറ സോപ്പല്ല ഇത്. നല്ല തികച്ചും എല്ലാ സ്കിന്നിനും യോജിക്കുന്ന, കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ യോജിക്കുന്ന ഒരു അലോവേറ സോപ്പാണ്. ഞാൻ അലോവേറ സോപ്പ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. അതിൽ അലോവേറയൊക്കെ അടങ്ങിയിട്ടുണ്ട്. വെളിച്ചെണ്ണ, ഗ്ലിസറിൻ, പിന്നെ എന്താണ് വെജിറ്റബിൾ ഓയിൽ, പിന്നെ ബദാം ഓയിൽ, അങ്ങനെയൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് കൊണ്ട് ഞാൻ ഇന്ന് ഈ പ്രൊഡക്റ്റിനെ മാത്രം പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പറയാം കേട്ടോ. ആദ്യം എന്നോട് ചോദിച്ചത് പേഴ്സണലായിട്ടാണ്, ചേച്ചി ബ്യൂട്ടീഷ്യനാണോ, പഴയ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഏത് വർഷം ചോദിച്ചു. അപ്പോൾ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ ഇങ്ങനെ കാണിക്കുകയാണ്. ഇത് തലതിരിച്ചാണോ എന്ന് എനിക്കറിയില്ല. ഇതാണ് ഞാൻ 93-ലാണ് തുടങ്ങിയത് കേട്ടോ. അതിന് ഒരു 5-6 വർഷം ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് മുമ്പേ. കാണുന്നോന്ന് അറിയില്ല എനിക്ക്, ഞാൻ തിരിച്ച് കാണിക്കുന്നത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. ഇത് ഇൻഷോട്ടിൽ കൊണ്ടുപോയി എഡിറ്റ് ചെയ്യാനുള്ള സമയമില്ല കേട്ടോ. കണ്ടോ, ആലുവയിലെ സർഗ ബ്യൂട്ടി പാർലർ എന്നതിലാണ് ഞാൻ പഠിച്ചത്. ഞാൻ പഠിച്ച് എൻ്റെ നാട്ടിലോട്ട് വരുമ്പോൾ ഒരൊറ്റ പാർലർ ഉണ്ടായിരുന്നില്ല. ഞാൻ മാത്രമേ ആദ്യമായിട്ട് പാർലർ തുടങ്ങിയത് കേട്ടോ. പിന്നെയാണ് ഓരോന്നും പൊങ്ങി വരാൻ തുടങ്ങിയത്. ഞാൻ എറണാകുളത്താണ് പഠിച്ചത്, ആലുവയിൽ. കേട്ടോ, ഇനി സമയം കളയുന്നില്ല, ഇത് കാണിച്ചു തന്നു. അപ്പോൾ ആദ്യം ചോദിച്ചതാണ് ഒരു 4-5 പേര്. അപ്പോൾ അതങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ അധികം പ്രാക്ടീസ് ഒന്നും ചെയ്യാറില്ല. ഞാൻ ഒരുപാട് ഇങ്ങനെ മാറ്റി ഓരോന്നും ചെയ്യും സാഹചര്യത്തിനനുസരിച്ച് കേട്ടോ. വെറുതെ ഇരിക്കില്ല, അതവിടെ നിൽക്കട്ടെ. ഇത് ഈ ഒരു പ്രൊഡക്റ്റിനെ മാത്രം ഞാൻ പറയുകയാണ്. ലോകത്ത് നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും ഈ ഒരൊറ്റ സാധനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഈ ഒരൊറ്റ സോപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ തലയ്ക്കും തലമുടിക്കും ഫേസിനും ബോഡിക്കും എല്ലാം ഇത് നല്ല ഒരു സോപ്പാണ് കേട്ടോ. ഓയിലി ആയിട്ടുണ്ടാവും. ഓയിലി വെച്ചാൽ മോയ്സ്ചറൈസർ പോലെ ഉണ്ടാവും, മോയ്സ്ചറൈസിങ് പോലെ ഉണ്ടാവും. മുഖത്ത് നല്ല ക്ലീനായിട്ടുണ്ടാവും. ടാനൊക്കെ മാറും, അലർജി മാറും, മനസ്സിലായില്ലേ? പിന്നെ ഫേഷ്യൽ ചെയ്ത എഫക്റ്റാണ്, സ്ക്രബൊക്കെ മാറും. അപ്പോൾ നിങ്ങൾ ഈ സോപ്പ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നല്ലോണം നമ്മൾ സാധാരണ കുറച്ച് ടൈം എടുക്കുക, 1 മിനിറ്റ്. അപ്പോൾ തേക്കുമ്പോൾ നല്ലോണം അങ്ങോട്ട് തേച്ച് പതപ്പിച്ചിട്ട് ഇങ്ങനെ വെറുതെ അകമുള്ളവർ സൂക്ഷിക്കുക, ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞ് നല്ല അങ്ങനെ മസാജ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് നിങ്ങൾ സോപ്പ് തേച്ച് കുളിക്കുക കേട്ടോ. സോപ്പ് തേക്കുക മുഖത്തൊക്കെ കേട്ടോ. അപ്പോൾ നല്ലൊരു ബ്രൈറ്റ്നസ് വരും കേട്ടോ. അപ്പോൾ ഡെയിലി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ബ്രൈറ്റായിട്ട് തോന്നും, ഫേഷ്യൽ ചെയ്ത എഫക്റ്റ് തോന്നും. അതുപോലെ കണ്ണിനടിയിൽ കറുപ്പുള്ളവരൊക്കെ കുറേ നേരം കണ്ണിൽ പെടാതെ സൂക്ഷിക്കുക. കണ്ണടച്ചിട്ട് കണ്ണിൻ്റെ മുകളിലൊക്കെ പയ്യെ ചെറുതായിട്ട് മസാജ് ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് പ്രഷർ കൊടുക്കരുത്. പിന്നെ കണ്ണിൻ്റെ അടിയിലൊക്കെ കുറേ നേരം തേക്കുക. നിങ്ങൾക്ക് വേറെ ഈ ഒരെണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസ് വാഷ് ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ മോയ്സ്ചറൈസിങ് പോലും ആവശ്യമില്ല. പിന്നെ വെളിയിൽ പോകുന്നവർ ഇട്ടോളൂ. പിന്നെ അതുപോലെ എന്താ പറയുക, സൺസ്ക്രീനൊന്നും കയ്യിലില്ലാത്തവർക്ക് പോലും ഇത് യൂസാണ് കേട്ടോ. സൺ ടാനൊക്കെ മാറും ഇത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ തമ്പനയിൽ കൊടുത്ത പോലെ, ലോകത്ത് നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരൊറ്റ പ്രൊഡക്റ്റ് മതി. തലയിൽ തേക്കാം, തലമുടി വളരും, മോയ്സ്ചറൈസിങ് ആയിരിക്കും. അതുപോലെ തന്നെ തലമുടിക്ക് ഗ്രോത്ത് ഉണ്ടാവും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. എന്താണ്, നിങ്ങൾ ഡൈയൊക്കെ അലർജി ഉള്ളവരല്ലേ, ഏതിട്ടാലും, ഇപ്പോൾ എൻ്റെ പ്രൊഡക്റ്റ് ഇട്ടാലും അലർജിന്ന്, ഇലകൾക്കൊക്കെ അലർജിന്നോ എന്തൊക്കെയോ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ സോപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള മുടി നരയ്ക്കത്തില്ല, മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങളുടെ കുറച്ച് മുടി നരച്ചിട്ടുണ്ടെങ്കിൽ ആ മുടി വേഗം നരയ്ക്കത്തില്ല, നരയൊക്കെ ഇത് കുറയും.
കറുത്തിട്ടൊക്കെ വരും കേട്ടോ. എൻ്റെ ഒരു എന്താ പറയുക, ചെറിയമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് തമാശയാണോ എന്നറിയില്ല. ഈ സോപ്പ് വാങ്ങിച്ച് തേച്ച് ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ എന്നോട് പറയുക, അവർ കുറച്ച് ഏജായി, മുടിയൊക്കെ കുറച്ച് നരച്ചതാണ്, ഒരു വെള്ളമുടിയൊക്കെ കറുത്ത് വന്നോ എന്ന് എനിക്കൊരു സംശയം പറഞ്ഞു. അത് എന്നെ തമാശയാക്കിയതാണ്, സത്യമാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ മുടികളൊന്നും നരച്ചിട്ടില്ല, പലരും വാങ്ങിയവരും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരൊറ്റ സോപ്പിനെ തന്നെയാണ് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുക, മനസ്സിലായില്ലേ? വാങ്ങിച്ച് യൂസ് ചെയ്യുക, ഏതുകൊണ്ട് നിങ്ങൾക്ക് ദോഷം വരില്ല. പിന്നെ ഞാൻ ഒന്ന് പറയാം, ഇതുപോലെ എൻ്റെ പേരക്കുട്ടി ഇങ്ങനെ, ഞാൻ സോപ്പിൻ്റെ ഇതൊക്കെ എനിക്ക് അലർജി വന്നിട്ട് ഞാൻ എൻ്റെ കഥകൾ പറയാം. വീഡിയോ നീണ്ടു കഴിഞ്ഞാൽ ഇത് ലാസ്റ്റ് വരെ നിങ്ങൾ കാണുക കേട്ടോ, സ്കിപ്പ് ചെയ്ത് പോകരുത്, നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. എനിക്ക് അലർജി വന്നിട്ട് ഒരു 10-20 വർഷം മുമ്പേ എനിക്ക് അലർജി, ഇത് തുടങ്ങിയിട്ട് തന്നെ 10-25 വർഷത്തോളമായി. കുറച്ച് പേർക്കൊക്കെ കൊടുക്കും, അങ്ങനെയൊക്കെ ആയി. അപ്പോൾ എനിക്ക് മേത്തൊക്കെ ഒരു സോപ്പിൻ്റെ അലർജി തന്നെയാണ്, ഞാൻ പേരൊന്നും പറയുന്നില്ല. അത് തേച്ചിട്ട് എന്താ പറയുക, അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഥയും പറഞ്ഞു തരാം. ഹസ്ബൻഡ് ഇങ്ങനെ ഗുണം അങ്ങനെയൊന്നും നോക്കുന്ന ആളല്ല, എന്തെങ്കിലും ഒരു സോപ്പ് കുളിക്കാൻ വേണം അങ്ങനെയൊക്കെ തമാശ പറയുന്ന ആളാണ്. അങ്ങനെ ഒരുപാട് ഇതായില്ല, പക്ഷേ ഇപ്പോഴും നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിന് മുമ്പേ ഞാൻ ബ്യൂട്ടി ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞാണ് ഈ സോപ്പ് എടുക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് നോക്കിയപ്പോഴേ ഞാൻ വിചാരിച്ചു ഇത് ഇനി വേണ്ട പറഞ്ഞപ്പോൾ പിന്നെ തനിച്ച ആൾ പോയപ്പോൾ പിന്നെയും എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ 2-3 പ്രാവശ്യം ഇത് തന്നെ തേച്ചില്ലേ. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ പറയാം അതിൻ്റെ ഒന്നും അല്ല എന്ന്. പക്ഷേ എനിക്ക് എന്തായി, അലർജി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിൽ, ഹസ്ബൻഡ് ഡോക്ടറായതുകൊണ്ട് ചികിത്സിച്ചു, ഹോസ്പിറ്റലിലൊക്കെ പോയി അഡ്മിറ്റ് ചെയ്യേണ്ട ഇത് വന്നു. ആ പ്രൊഡക്റ്റ് വാങ്ങിച്ച് തേച്ചപ്പോൾ ഫോണ് വന്നു കേട്ടോ. അപ്പോൾ അത് ഡിസ്റ്റർബായി വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചതാണ്. എനിക്ക് തന്നെ ഞാൻ അപ്പോൾ ഒന്നും സോപ്പ് ബേസ് വന്നിട്ടില്ല, 10-20-25-30 വർഷം മുമ്പേ ഒന്നും. അപ്പം ഞാൻ എന്താ പറയുക, അങ്ങനെ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ സോപ്പ് ബേസ് ഇല്ലാതെ ഞാൻ ഉരുട്ടി പഴയ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പൊക്കെ ഇല്ലേ, ആ സോപ്പൊക്കെ ഉരുട്ടി ഞാൻ ഈ അലോവേറ പൾപ്പൊക്കെ വെച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ തേച്ച് നോക്കി. അപ്പോൾ തേച്ചപ്പോൾ എനിക്ക് നല്ല ഒരു മാറ്റം വന്നു. പിന്നെ അങ്ങനെ ഒരു ആയുർവേദ ഡോക്ടറെ പോയി കണ്ടു. എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ വിഷമമൊക്കെ കണ്ട് ഞാൻ ഇരുന്ന് കരയും, ചൊറിഞ്ഞ് തടിച്ചിട്ട് മൊത്തം തലയിലൊന്നുമില്ല, ദേഹം സ്കിന്ന് എവിടെയാണ് അത് മൊത്തം ഇങ്ങനെ ചൊറിഞ്ഞ് പൊളിഞ്ഞ് ബ്ലഡൊക്കെ വരുമായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ ഒരു ഡിയർ ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ ആയുർവേദ ഡോക്ടറെ പോയി കണ്ടു. മറ്റേത് അലോപ്പതി ഡോക്ടർ ആയതുകൊണ്ട് അവർ സമ്മതിക്കില്ലല്ലോ, പക്ഷെ സമ്മതിച്ചു. ഞാൻ പോയി കണ്ടപ്പോൾ അവർ പറഞ്ഞു അലോവേറ സോപ്പ് തേക്കൂ പറഞ്ഞിട്ട്. അന്നൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ആ ഡോക്ടർ എന്നെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സോപ്പ് എനിക്ക് തന്നിട്ട് ഇനി ഉണ്ടാകില്ല, 2-3 പ്രാവശ്യം ഞാൻ തരാ പറഞ്ഞിട്ട് എനിക്ക് തന്ന് അതൊക്കെ ഞാൻ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയെ നടത്തുന്ന പല ഡോക്ടർമാരുണ്ടല്ലോ, അവരാണ് കേട്ടോ. അതൊന്നും പാലക്കാട് ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ പോയി കൺസൾട്ട് ചെയ്ത് വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെ എനിക്ക് അത് തേച്ച് മാറി കേട്ടോ. പിന്നെ സോപ്പ് കിട്ടാതായപ്പോൾ ഞാൻ പല സ്ഥലത്തും അന്വേഷിച്ച് കിട്ടിയില്ല. ഞാൻ തന്നെ കഷ്ടപ്പെട്ട് അതിനെ ഉണ്ടാക്കിയെടുത്ത് വിജയിച്ച ഒരു സോപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാ സ്കിൻ ടൈപ്പ് കുഞ്ഞു കുട്ടികൾക്ക്, ജനിച്ച കുട്ടികൾക്ക് പോലും അലർജി ഉണ്ടായില്ല, നല്ലൊരു സോപ്പാണ്. അങ്ങനെ പിന്നെ വലിയ കമ്പനികളിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ഉണ്ടാക്കി, അങ്ങനെ ഒരു നല്ലൊരു സോപ്പാണ് കേട്ടോ. സാധാരണ ഒരു അലോവേറ സോപ്പൊന്നും അല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ. അതുപോലെ തന്നെ നിങ്ങൾ സാധാരണ ഒരു ഗ്ലിസറിൻ സോപ്പിന് തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് ഒരു സോപ്പിന്, ഇത് 100 ഗ്രാമിൻ്റെ സോപ്പാണ്. ഈ 100 ഗ്രാമിൻ്റെ സോപ്പ് ഞാൻ ഷോപ്പിൽ പോകുമ്പോൾ എപ്പോഴും നോക്കും, എനിക്ക് സോപ്പിൻ്റെ ആവശ്യമില്ല. 80 രൂപയൊക്കെയാണ് അവർ. അതും ഇത്രയൊന്നും ഇല്ല, അതിൽ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. വെറുതെ ഒരു ഗ്ലിസറിൻ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ പേരൊന്നും പറയുന്നില്ല. ഗ്ലിസറിൻ സോപ്പ് എന്ന് പറഞ്ഞിട്ട് പല ബ്രാൻഡുകളിലും വിൽക്കുന്നുണ്ട്. ഇത്രയും ഗുണമൊന്നും ചെയ്യില്ല. അപ്പം ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് വാങ്ങാനൊന്നുമല്ല, എൻ്റെ കഥ ഞാൻ പറഞ്ഞതാണ്. ഒത്തിരി പേര് എനിക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ 250 പേരോളം ഒരു മാസത്തിനകം എനിക്ക് പല പ്രൊഡക്റ്റുകളും പോയി. പക്ഷെ എനിക്ക് സമയമില്ല കേട്ടോ അങ്ങനെ കൊറിയറൊക്കെ അയക്കാനായിട്ട്. എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വിളിക്കുന്നവർക്കൊക്കെ ഞാൻ അയച്ചു തരും. എനിക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അതുപോലെ തന്നെ ഡൈ ഞാൻ പറഞ്ഞല്ലോ, ഇനി ലെങ്ത്ത് കൂടും കേട്ടോ. അപ്പോൾ ഡൈ അലർജി വന്നിട്ട് ഒരുപാട് കെമിക്കൽസ് ഒന്നുമില്ല കേട്ടോ. അതിൽ ഇങ്ങനെ സെറ്റാകാൻ വേണ്ടിയിട്ട് 2 സാധനം പറയുന്നുണ്ട്, അതേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഇല അലർജിയാണോ മറ്റേതാണോ എന്ന് എനിക്കറിയില്ല.
നിങ്ങൾ സൂക്ഷിക്കേണ്ടത് PDF പോലെയുള്ള കെമിക്കൽ ഇതാണ് ഈ ഡൈയിൽ അലർജി ഉണ്ടാക്കുന്നത്. അത് പല ഡോക്ടർമാരും പറയുന്നുണ്ട്. അപ്പോൾ ബ്ലാക്ക് റോസ് എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർമാർ പറയുന്നത്. അത് തന്നെ അതേപോലെ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെയാണ് ഇത് കേട്ടോ. അതിൽ ആ വിപണിയിൽ കിട്ടുന്ന ബ്ലാക്ക് റോസിൻ്റെ അത്ര പോലും ഇതിലില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഞാൻ അതൊന്ന് പറയാം കേട്ടോ. അപ്പോൾ ഡൈ അലർജി ഉള്ളവർ ഞാൻ ഇത്രയും പേർക്ക് അയച്ചതിൽ 2-3 പേർക്ക് അലർജിയായി. അതിൽ 2 പേർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ചൊറിച്ചിലൊക്കെ മാറി പറഞ്ഞു. കുറച്ച് ഇതായിട്ട് അലർജി ഉള്ളവരാണ് വാങ്ങിയത് കേട്ടോ. ബാക്കിയുള്ളവർക്ക് പാച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ അലർജി വന്നു പറഞ്ഞു. അവർ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ട് കാണിച്ചു പറഞ്ഞു. അപ്പോൾ അലർജി നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ, ഹെയർ ഡൈൻ്റെ അലർജി കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ അലർജിയുടെ ഒരു ക്രീം കൊടുത്തിട്ടുണ്ട്. അതായത് മെഡിക്കൽ ക്രീമാണ് കേട്ടോ. അത് വാങ്ങിച്ച് ബെറ്റ്നോവേറ്റ് ക്രീം എന്ന് പറഞ്ഞിട്ടാണ്. അത് അങ്ങനെ തന്നെ സ്പെല്ലിങ് തെറ്റാതെ പോയി മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങി അപ്പം തന്നെ പുരട്ടിക്കഴിഞ്ഞാൽ ചൊറിച്ചിലും ഇത് വീർത്ത് തടിച്ച് വരുന്നതൊക്കെ മാറും കേട്ടോ. അപ്പോൾ അത് എൻ്റെ ഹസ്ബൻഡ് ഡോക്ടറാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ 2-3 ഇങ്ങനെയല്ല, പുറത്ത് കുറച്ച് പേർക്ക് ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ പ്രൊഡക്റ്റ് അല്ല, വേറെ പ്രൊഡക്റ്റ് എന്തോ വാങ്ങി തേച്ചപ്പോൾ ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഈ സോഷ്യൽ മീഡിയ വഴിയല്ലേ, അപ്പോൾ അവർക്ക് അയച്ചു കൊടുത്തിട്ട് എന്തെങ്കിലും വന്നാൽ ഇങ്ങനെ പറഞ്ഞു തരുമോ പറഞ്ഞപ്പോൾ എനിക്ക് പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ക്രീമിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അത് മെഡിക്കൽ സ്റ്റോറിൽ മാത്രമേ കിട്ടുള്ളൂ, കോസ്മെറ്റിക്സ് മരുന്നല്ല കേട്ടോ, കോസ്മെറ്റിക് സാധനങ്ങളല്ല. അപ്പോൾ അത് വാങ്ങി തേച്ച് കഴിഞ്ഞാൽ ഉടനെ അത് മാറും കേട്ടോ. അപ്പോൾ ഞാൻ ഡൈയുടെയും കൂടി ഇത് കലർത്തി പറയുകയാണ്. പിന്നെ എൻ്റെ പേരക്കുട്ടി, പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് മറ്റേ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് ചെയ്യുക. അതുപോലെ എൻ്റെ എല്ലാ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും കേട്ടോ. ഈ സോപ്പ് കേട്ടോ നിങ്ങൾക്ക് ഒത്തിരി ഗുണം കഴിഞ്ഞാൽ തമ്പനയിൽ കൊടുത്തിരിക്കുന്ന പോലെ ഈ എൻ്റെ കയ്യിൽ 5 പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ വേറെ ഒന്നിൻ്റെ പുറയിലും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അതായത് ഇത് വന്നിട്ട് ഹെയർ പാക്കാണ്, താഴെ കാണുന്നോന്നറിയില്ല. ഇത് ഫേസ് പാക്ക്, ഇത് അലോവേറ സോപ്പ്, ഇതൊരു ജാസ്മിൻ സോപ്പാണ്. ഇത് വന്നിട്ട് അലോവേറ ഗുണമൊന്നുമില്ല, പക്ഷേ ഫെയർ ആകും, നന്ന് മോയ്സ്ചറൈസിങ് പോലെ തന്നെ ഇരിക്കും. തലയിൽ തേക്കാൻ പറ്റില്ല, പക്ഷേ ഫെയർ പോലെയൊക്കെ തോന്നും കേട്ടോ. നല്ലൊരു സോപ്പാണ്, ആൾക്കാർ വാങ്ങുന്നുണ്ട് ഒരുപാട് പേര്. ഇത് ഹെയർ ഡൈ, ഇത് സാധാരണ ഞാൻ ബോക്സിലാണ് കൊടുക്കുന്നത്. അത് ഒരുപാട് പേര് പൊട്ടി പറഞ്ഞിട്ട് വരുന്നതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാം ഇതിലാക്കി, മനസ്സിലായില്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര ഇതിപ്പോൾ ഒരു ബോക്സിൽ 3 എണ്ണം ആയിട്ടൊന്നും വാങ്ങണ്ട, എല്ലാം കൂടി മിക്സ് ചെയ്ത് നിങ്ങൾ വാങ്ങിച്ച് നോക്കുക. നിങ്ങൾക്ക് ഉപദ്രവം വരില്ല, ഉപകാരമേ ഉണ്ടാവുള്ളൂ. വീണ്ടും നിങ്ങൾ ചോദിച്ച് വാങ്ങിക്കുക കേട്ടോ. ഈ ഒരൊറ്റ സോപ്പെങ്കിലും നിങ്ങൾ ഒഴിവാക്കരുത്. എനിക്ക് വാങ്ങണമെന്നൊന്നുമില്ല നിങ്ങൾ, എന്നാലും നിങ്ങൾക്ക് ഗുണം ചെയ്യും കേട്ടോ. ഈ അലോവേറ സോപ്പ്, ഇത് ഹെയർ പാക്ക്, ഇത് ഫേസ് പാക്ക്, ഇത് വൈറ്റ് കളർ സോപ്പ്, ഇത് ഫെയർ ആകും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് അലോവേറ സോപ്പ്, ഇത് ഹെയർ ഡൈ ആണ് ബോക്സിലുള്ളത്, ഇങ്ങനെ ഇതാക്കിയിട്ട് കേട്ടോ. ഇതൊക്കെ ഒന്നിലും കെമിക്കൽസേ ഒന്നുമില്ല. ഇതിൽ വന്നിട്ട് ഓറഞ്ചും പപ്പായയുടെ സീഡ്സും ഓറഞ്ച് പീൽ അങ്ങനത്തെ ഒക്കെ ഉള്ളതാണ്. പിന്നെ കുറച്ച് മുൾട്ടാണിമിട്ടി, സാൻഡിൽ കുറച്ച്, അങ്ങനെയൊക്കെ ആയിട്ട്. സാൻഡിൽ പലർക്കും അലർജി ആയതുകൊണ്ട് ഒറിജിനൽ കട്ടയുടെ സാൻഡിൽ ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് നിങ്ങൾക്ക് ചുളിവുകളൊക്കെ മാറും. ഫേസ് പാക്കിൻ്റെ തന്നെ ഞാൻ ഒരു പ്രത്യേകം വീഡിയോ ഇടാം. ഈ ടാന് മാറും, ഇതും ടാനൊക്കെ മാറും, എല്ലാ സോപ്പും ടാനൊക്കെ മാറും. ഈ ഫേസ് പാക്ക് ടാന് മാറും. അതുപോലെ തന്നെ ക്ലിയർ സ്കിന്നായിരിക്കും, സ്മൂത്തി ആയിരിക്കും, നല്ല ഉറക്കമൊക്കെ കിട്ടും, കണ്ണിൻ്റെ അടിയിലെ കറുപ്പൊക്കെ മാറും. അതുപോലെ തന്നെ ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ. കുഞ്ഞു കുട്ടികൾക്ക് വരെ നമ്മൾ കുളിപ്പിച്ചിട്ടൊക്കെ യൂസ് ചെയ്യാം. റോസ് വാട്ടറിൽ മിക്സ് ചെയ്യാൻ പറയുന്നത് അലർജി ഉണ്ടെങ്കിൽ തന്നെ അത് പോകും. അലർജി ഉള്ളവർക്ക് അലർജി വരില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ വെറുതെ സാധാരണ വെള്ളത്തിലെ മിക്സ് ചെയ്യുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഒരു മോശവും വരില്ല. ഈ 5 പ്രൊഡക്റ്റും ഉണ്ടെങ്കിൽ, 5 അല്ല, ഈ സോപ്പ് വാങ്ങിയില്ലെങ്കിൽ കുഴപ്പമില്ല. 4 പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലോങ് ലൈഫ്, ലോങ് ലാസ്റ്റിങ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും പറയുന്നത്, ഒത്തിരി പേര് കുറേ എന്നോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, ഡീറ്റെയിൽ പറയണം പറഞ്ഞിട്ട്. ഞാൻ പേഴ്സണലായിട്ട് അയച്ചു കൊടുക്കും. പിന്നെ എന്നോട് പേരക്കുട്ടി എപ്പോഴും വരുമ്പോൾ പറയും എന്നൊന്ന് വീഡിയോയിൽ കാണിക്കണം പറഞ്ഞിട്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. എൻ്റെ പേരക്കുട്ടിയുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അവന് ഭയങ്കര ആഗ്രഹം സോപ്പിനെ പറ്റി പറയണമെന്ന് പറഞ്ഞിട്ട്. ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല, എന്നാലും നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. ഇത് ഇൻഷോട്ടിൽ പോയി എനിക്ക് ഇതിൽ കൂടി ആഡ് ചെയ്യാനുള്ള സമയമില്ല. അപ്പോൾ എൻ്റെ ഈ ഫോണിൽ നിന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ.
നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കൂ. ഞാൻ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. എൻ്റെ പേരക്കുട്ടിയാണ് കേട്ടോ. അവന് ഒരുപാട് ആഗ്രഹമാണ് ഈ സോപ്പിനെ പറ്റി പറയണമെന്ന്. ഹലോ ഗൈസ്, ഈ സോപ്പ് തേച്ചാൽ നമ്മുടെ വെളുത്ത് ശുപ്പാടിയാവും. എന്റെ നോക്ക് കറുത്തതായി ഇപ്പൊ വെളുത്തതായി. ഇത് വേണ്ടി വാങ്ങിച്ചോ, അടിപൊളിയാണ്. സൂപ്പർ. ഹലോ ഗൈസ്, ബൈ ബൈ ഗൈസ്, സോറി. ഇനി ഒരെണ്ണം കൂടി കാണിച്ചു തരാം കേട്ടോ. ഹലോ ഗൈസ്, ഇനി ഒരെണ്ണം കൂടി കാണിച്ചു തരാം. അവൻ പറഞ്ഞതാണ് കാണിക്കണം. സോപ്പ് അലോവേരയുടെ സോപ്പ്. ഇതാണ് അതെടുക്കല്ലേ നമ്മുടെ പെട്ടീന്റെ അകത്ത് ഇടാൻ പോണ കേട്ടാ. കൊറേ പണിയുണ്ട് ഇവിടെ. ഷോറൂം. അപ്പോൾ അവൻ്റെ ആഗ്രഹമാണ് കേട്ടോ ഇത് കാണിക്കണം പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് കാണിച്ചതാണ്. അപ്പോൾ എന്താ പറയുക, എന്തോ ഞാൻ പറയാൻ വന്നു, മറന്നുപോയി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് കാണുക, അല്ല സോറി, ഇത് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളും, എനിക്ക് ഒന്ന് പറയാനുള്ളത്, എനിക്ക് പുറത്ത് ആൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത് കാരണം ആകെ ടെൻഷനായി. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒത്തിരി 200-250 പേരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ കൂടിയിട്ടേ ഉണ്ടാവുള്ളൂ. ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മനസ്സിലായില്ലേ? എനിക്ക് റീച്ചൊന്നും കിട്ടാനൊന്നുമല്ല, ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ടും അല്ല. ഞാൻ 6 വർഷമായി, ഒരുപാട് പേര് ചോദിച്ചു, ഞാൻ 6 വർഷമായി തുടങ്ങിയിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ടേ അല്ല. എൻ്റെ വീഡിയോസ് എല്ലാം എന്താണ്, സാധാരണക്കാർക്കും നല്ല ഉപകാരപ്പെട്ട വീഡിയോ ആണ്. മോട്ടിവേഷൻ ഉണ്ട്, എല്ലാം മിക്സിങ് ആയിട്ടുള്ള വീഡിയോ ആണ്. എനിക്ക് എങ്ങനെ ഇടണം എന്നൊക്കെ അറിയാം, പക്ഷേ സാഹചര്യങ്ങളും സമയമൊക്കെ കൊണ്ടിട്ട് എങ്ങനെയൊക്കെയോ വീഡിയോ ഞാൻ ഇടും കേട്ടോ. അപ്പോൾ എൻ്റെ പെർഫെക്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ തന്നെയാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് ഇവിടം വരെ എത്തിച്ചത് കേട്ടോ. ഫസ്റ്റ് കണ്ട ആൾക്കാർ ഇപ്പോഴും ഇടയ്ക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ലാഗ് ചെയ്യിക്കുന്നില്ല. ഓക്കെ, ബൈ, ടാറ്റ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഫേസ് പാക്കിനെ കുറിച്ച്, പിന്നെ എണ്ണയുണ്ട്. എണ്ണ ഞാൻ ഉണ്ടാക്കുന്നതല്ല, സക്സസ് ആയ എണ്ണയൊക്കെ. അപ്പോൾ ഓരോരോ കാര്യങ്ങളായിട്ട് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ എൻ്റെ വീഡിയോ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്യൂട്ടി ടിപ്പിൻ്റെ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും നിങ്ങൾക്ക് കാണിക്കില്ല, ഇങ്ങനെ ചെയ്യും അങ്ങനെ, നിങ്ങൾക്കും അറിയാൻ പറ്റും, പക്ഷെ അതിനൊന്നും സമയമില്ല. അപ്പോൾ ഒറ്റയടിക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ഇത് തേക്കുകയാണെങ്കിലും മിക്സ് ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദോഷവും വരാൻ പോണില്ല കേട്ടോ. അപ്പോൾ എൻ്റെ പ്രൊഡക്റ്റ് ഒന്ന് വാങ്ങണമെന്നൊന്നുമില്ല, ഇതൊന്ന് കേട്ട് നോക്കൂ. നിങ്ങൾ വിശ്വാസമുള്ളവർ വാങ്ങിക്കൂ, നിങ്ങൾക്ക് നല്ലതേ വരൂ. എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ എപ്പോഴും ആലോചിക്കും, എല്ലാവർക്കും ഉപകാരമുള്ളത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും സുന്ദരം, ജെൻസിനും ഇത് യൂസ് ചെയ്യുക കേട്ടോ. നമ്മളെല്ലാവരും സുന്ദരന്മാരും സുന്ദരികളും ആയിരിക്കുക. അങ്ങനെ ലോകത്തിനെ നമ്മൾ അങ്ങനെ വെറുപ്പിച്ച് നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് സുന്ദരന്മാരുമായിട്ട് ഇരിക്കുക. മേക്കപ്പിലൂടെ നല്ല നാച്ചുറൽ ബ്യൂട്ടി ആയിരിക്കാനാണ് എല്ലാവർക്കും ആഗ്രഹം, പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ഒരു ബ്യൂട്ടി ആയിട്ട് ഇരിക്കാൻ. ഞാൻ കത്തി വെച്ചോന്നറിയില്ല. ഓക്കെ, ബൈ, ടാറ്റ.